എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ അധികം ആരും കാണാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത അത്യന്തം നാടകീയമായിട്ടുള്ള ഒരു സംഭവത്തിനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലാറ്റിൻ അമേരിക്കൻ മണ്ണ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ മറ്റൊരു രാജ്യം വന്ന് അർദ്ധരാത്രിയിൽ ഒരു മിന്നലാക്രമണത്തിലൂടെ പിടികൂടി തടവുകാരനായിട്ട് കൊണ്ടുപോകുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ തലവനുണ്ടല്ലോ, അപ്പോൾ മറ്റൊരു രാജ്യം അവിടുത്തെ ഒരു ആർമി അല്ലെങ്കിൽ കമാൻഡോസ് നമ്മുടെ ഇന്ത്യയിൽ കടന്നു കയറി രഹസ്യമായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇത് സിനിമാ കഥയൊന്നും അല്ല കേട്ടോ, മറിച്ച് കഴിഞ്ഞ ദിവസം വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് കൃത്യമായിട്ട് സംഭവിച്ച കാര്യമാണ്. 2026 ജനുവരി 3 പുലർച്ചെ നടന്ന അതീവ രഹസ്യമായിട്ടുള്ള ഒരു സൈനിക ഓപ്പറേഷനിലൂടെ വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്കൻ സൈന്യം അവിടുത്തെ കമാൻഡോസ് പിടികൂടിയിരിക്കുകയാണ്. ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന, അതായത് സ്റ്റിൽ പവറിലിരിക്കുന്ന ഒരു രാഷ്ട്രത്തലവനെ അമേരിക്കൻ കമാൻഡോസ് സ്വന്തം രാജ്യത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് ന്യൂയോർക്കിലെ കോടതിയിലെത്തിച്ചു എന്ന വാർത്ത കേട്ട് ആ ഒരു ഞെട്ടൽ ഇപ്പോഴും നമുക്ക് സത്യം പറഞ്ഞാൽ വിട്ടുമാറിയിട്ടില്ലല്ലേ. പതിറ്റാണ്ടുകൾക്ക് ശേഷം അമേരിക്ക നടത്തുന്ന അവരെ സംബന്ധിച്ച് ഏറ്റവും ധീരമായിട്ടുള്ള ഒരു പ്രവൃത്തി, എന്നാൽ ലോക രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു സൈനിക നീക്കമല്ലേ. അതുകൊണ്ട് തന്നെ ലോക രാഷ്ട്രീയത്തിൽ വലിയൊരു കൊടുങ്കാറ്റാണ് ഈ സംഭവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് ആ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കേരളത്തിലിരിക്കുന്ന നമ്മൾ എന്തിനാണ് ഈ വാർത്ത ഇത്ര ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇതിന് നയതന്ത്രപരമായിട്ടുള്ള ഒരു വലിയ വശമുണ്ട് എന്നുള്ളതാണ്. വർഷം 1990 പനാമ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റായിട്ടുള്ള മാനുവൽ നോറിഗ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അമേരിക്ക പിടികൂടിയ ചരിത്ര സംഭവത്തെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. പരമാധികാരം, നീതി, ലോകശക്തികളുടെ അധികാരം എന്നിവയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഇത് നമ്മൾക്ക് മുമ്പിൽ വയ്ക്കുകയാണ്, നമ്മൾക്ക് മുമ്പിൽ ഉയർത്തുകയാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക മഡുറോ ഇത്തരത്തിൽ ലക്ഷ്യം വെച്ചത് എന്നും ഈ വമ്പൻ ഓപ്പറേഷൻ അണിയറയിൽ എങ്ങനെയാണ് ആസൂത്രണം ചെയ്തത് എന്നും വെനസ്വേലയുടെ ഭാവി എന്താകുമെന്നും ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ നമ്മളോട് ചോദിക്കാറുണ്ട് വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മാർക്കറ്റ് വോൾഫ് എന്നൊരു അമേസിംഗ് ആപ്പ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് സെബിയിൽ രജിസ്റ്റർ ചെയ്തതും ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ആപ്പാണ്. ഇതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു. ഇവിടെ ഫോളോ ട്രെൻഡ് എന്നൊരു ഫീച്ചർ ഉണ്ട്. ഇത് മാർക്കറ്റിലെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രെൻഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. ഞാൻ ഫോളോ ട്രെൻഡിൽ ക്ലിക്ക് ചെയ്ത് ട്രേഡ് പ്ലേസ് ചെയ്തു. അത്രയേ ഉള്ളൂ, എൻ്റെ ട്രേഡ് തുടങ്ങി. വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങാം. മറ്റ് ആപ്സിൽ സാധാരണമായിട്ട് ഇതിന്റെ 3 ഇരട്ടി പണം ആവശ്യമായിട്ട് വരും. വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നതിന് ഒരു ഇൻബിൽട്ട് സ്റ്റോപ്പ് ലോസ് ഫീച്ചറും ഇതിലുണ്ട്. നിങ്ങളുടെ ട്രേഡ് ഒരു നിശ്ചിത ലോസ് ലെവലിൽ എത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആകും. അതിനാൽ ഒരു പരിധിയിൽ കൂടുതൽ പണം നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഇവിടെ ബ്രോക്കറേജും ഇൻഡസ്ട്രിയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളാണ്. നോക്കൂ, പ്രോഫിറ്റ് ട്രെൻഡിനൊപ്പം മുന്നോട്ട് പോകുകയായിരുന്നു. ഞാൻ സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്തു. ഇതാ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് 1306 രൂപ ലാഭം ലഭിച്ചു. ഇതെല്ലാം വെറും 99ന്റെ ലൈഫ് ടൈം ഫീൽ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് കൊമ്മോഡിറ്റിയും ട്രേഡ് ചെയ്യാം. ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് എന്നിവയെല്ലാം രാവിലെ 9 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാം. മാർക്കറ്റ് വോൾഫ് സൗജന്യ ട്രേഡ് റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട്. ഇത് നോക്കൂ, ആളുകൾ ഡിസംബറിൽ 8606 രൂപ, ജൂണിൽ 70468 രൂപ, ജൂലൈയിൽ 59696 രൂപ, ഒക്ടോബറിൽ 58207 രൂപ എന്നിങ്ങനെ ലാഭം ബുക്ക് ചെയ്തു. ഈ പ്രോഫിറ്റിന് മാർക്കറ്റ് വോൾഫ് ഒരു കമ്മീഷനും എടുക്കുന്നില്ല. മാർക്കറ്റ് വോൾഫ് ആപ്പിന് ഇതിനോടകം തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് വോൾഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. വെനസ്വേലയുടെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അല്പം പിന്നിലേക്ക് പോകണം. കൃത്യമായി പറയുവാണെങ്കിൽ വർഷം 1999 ഹ്യൂഗോ ഷാവേസ് എന്ന വിപ്ലവകാരി വെനസ്വേലയിൽ അധികാരം പിടിച്ചതോടെയാണ് അവിടുത്തെ രാഷ്ട്രീയ ചരിത്രം മൊത്തത്തിൽ മാറുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടി സോഷ്യലിസം നടപ്പാക്കുമെന്ന വാഗ്ദാനത്തോടെ വന്ന ഷാവേസിന്റെ വലം കൈയായിരുന്നു മുൻ ബസ് ഡ്രൈവർ കൂടിയായിട്ടുള്ള നിക്കോളാസ് മഡുറോ. അതായത് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ള ആ ഒരു തലവനുണ്ടല്ലോ, അപ്പോൾ പുള്ളി ബസ് ഡ്രൈവറും ഒക്കെ ആയിരുന്നു ഈ ഒരു ഷാവേസിന്റെ. അങ്ങനെ 2013 ഷാവേസിന്റെ മരണശേഷം മഡുറോ അധികാരം ഏറ്റെടുക്കുകയാണ്. എങ്കിലും ഷാവേസിനുണ്ടായിരുന്ന ആ ഒരു ജനസ്വാധീനമുണ്ടല്ലോ, അത് നിലനിർത്താനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഷാവേസിനെ അവിടുത്തെ ജനങ്ങൾ വലിയൊരു ആളായിട്ട്, ഒരു ദൈവതുല്യനായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ നേരെ മറിച്ചായിരുന്നു ഈ ഒരു മഡുറോയെ അവിടുത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിലുപരി ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള ഒരു രാജ്യം അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ പട്ടിണിയിലേക്ക് കുപ്പുകുത്തുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള രാജ്യമാണ്. ഇപ്പോൾ നമ്മൾ GCC കൺട്രീസിലേക്ക് നോക്കുവാണെങ്കിൽ UAE, ഖത്തർ, സൗദി ഇവരൊക്കെ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് കൺട്രിയായി മാറിയത്? മറ്റൊന്നുമല്ല, എണ്ണയായിരുന്നു അവരുടെ മൂലധനമല്ലേ. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണയുള്ള രാജ്യമാണ് ഇത്രയും കൊടും പട്ടിണിയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ ഏറ്റവും കൂടുതലുള്ള എണ്ണയുള്ള രാജ്യം പട്ടിണിയിലേക്ക് പോയെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് കൂടിയെന്ന് ചിന്തിക്കേണ്ടത്. നല്ല റിസോഴ്സ് ഉണ്ട്, എന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് സൂചിപ്പിക്കുന്നത്. അതായത് ഭരണപരമായിട്ടുള്ള പിടിപ്പുകേടും അഴിമതിയും കാരണം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമാകുകയാണ്. ഒരിക്കൽ സമ്പന്നമായിരുന്ന വെനസ്വേലക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തെരുവുകളിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരികയാണ്. ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ മഡുറോ തന്റെ അധികാരം ഉപയോഗിച്ച് അവരെ ക്രൂരമായിട്ട് അടിച്ചമർത്താൻ തുടങ്ങിയതോടെ അദ്ദേഹം ഒരു ജനാധിപത്യ നേതാവിൽ നിന്ന് ഒരു ഏകാധിപതിയായിട്ട് മാറുകയായിരുന്നു. എന്തുകൊണ്ടാണ്
മഡുറോയെ ജനങ്ങൾ ഇത്രത്തോളം വെറുത്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ വലിയൊരു ദുരന്തത്തിൻ്റെ കഥയുണ്ട്. 2014 ശേഷം മാത്രം ഏകദേശം 70 ലക്ഷത്തിലധികം വെനസ്വേലക്കാരാണ് സ്വന്തം മണ്ണിൽ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് രാജ്യം വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടുവിട്ടോടിയത്, അഭയാർത്ഥികളായിട്ടും അവിടെ സെറ്റിലാകാനൊക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയും ദുരന്തത്തിലൂടെയായിരുന്നു ഈ രാജ്യം പോയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ആ രാജ്യം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാവോ? പണപ്പെരുപ്പം. പണത്തിന് മൂല്യം കുറയുകയാണ്. വെനസ്വേല കറൻസിക്ക് വെറും കടലാസിൻ്റെ വില പോലും ഇല്ലാതാകുകയാണ്. ഹൈപ്പർ ഇൻഫ്ലേഷൻ സംഭവിച്ചു. ഒരു മുട്ടയുണ്ടല്ലോ, കോഴിമുട്ടയുണ്ടല്ലോ, അത് വാങ്ങണമെങ്കിൽ പോലും ഒരു ബാഗ് നിറയെ പണം കൊണ്ടുപോകേണ്ട അവസ്ഥ അവിടെ വന്നു ചേരുകയാണ്. ആശുപത്രികളിൽ മരുന്നുകളില്ല, പലയിടത്തും വൈദ്യുതിയും വെള്ളവുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരം കൈവശമുണ്ടായിരുന്നിട്ടും, അതായത് ഏറ്റവും വലിയ എണ്ണശേഖരം കൈവശമുള്ള രാജ്യം ഏറ്റവും വലിയ ധനികരായിട്ടുള്ള രാജ്യമായി മാറേണ്ടതാണല്ലേ. എന്നിട്ട് പോലും അവിടുത്തെ ജനങ്ങൾക്ക് ഇത്രയും വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വന്നത്. അവർ ഇരുട്ടിൽ കഴിയേണ്ടി വരികയാണ്. ഈ ദുരിതങ്ങൾക്കെല്ലാം ഉത്തരവാദി മഡുറോയുടെ അഴിമതി നിറഞ്ഞ ഭരണമാണെന്ന് അന്താരാഷ്ട്ര സമൂഹം കുറ്റപ്പെടുത്തുകയാണ്. അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയോടെ വെനസ്വേല ലോകത്തൊറ്റപ്പെട്ടെങ്കിലും മഡുറോ അധികാരം വിട്ടൊഴിയാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. കാരണം പുള്ളി ഒരു ഏകാധിപതിയെ പോലെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 2024 വെനസ്വേലയിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പ് മഡുറോയുടെ കരിയറിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായമായി മാറുകയാണ്. തിരഞ്ഞെടുപ്പിൽ മഡുറോ തോക്കുകയാണ്. കൃത്യമായിട്ടുള്ള കണക്കുകൾ, അതായത് റിസൾട്ട് ഉണ്ടല്ലോ, ഇലക്ഷൻ റിസൾട്ട് വരികയാണ്, തോറ്റുവെന്ന്. പക്ഷേ തൻ്റെ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വിജയം പ്രഖ്യാപിക്കുകയായിരുന്നു. എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ രാജ്യത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതായത് നമ്മുടെ നാട്ടിൽ തോറ്റമ്പല്ലേ കുറേ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് താനാണ് ജയിച്ചത് എന്നും പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന മറ്റൊരു പാർട്ടി തോക്കുകയും ആ പാർട്ടി ഞങ്ങളാണ് ജയിച്ചതെന്ന് പ്രഖ്യാപിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇതായിരുന്നു മഡുറോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ശരിക്കും അവിടെ വിജയിച്ചിട്ടുണ്ടായിരുന്നത്, ഭരണാധികാരിയായി മാറേണ്ടിയിരുന്നത് എഡ്മണ്ട് ഗോൺസാലസ് എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ വ്യക്തി മഡുറോ സൈന്യത്തെ ഉപയോഗിച്ച് വീണ്ടും അധികാരത്തിലേറിയെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അറസ്റ്റ് ഭയന്നിട്ട് എഡ്മണ്ട് ഗോൺസാലസ് സ്പെയിനിലേക്ക് പലായനം ചെയ്യേണ്ടി വരികയാണ്. അതായത് അദ്ദേഹത്തിന് അറിയാം ഇനി നിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ഇയാൾ ഏകാധിപതിയാണ്, നമ്മളെ തീർക്കുമെന്നറിയാം. അതുകൊണ്ട് അവിടെ ജയിച്ച് ഭരണാധികാരിയായി മാറേണ്ട ഒരു വ്യക്തിക്ക് പോലും നാട് വിടേണ്ടി വരികയാണ്. എന്ത് ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയെന്ന് ഓർക്കണേ. ഇനി പ്രതിപക്ഷ നേതാവായിട്ടുള്ള മരിയ കോറിന മച്ചാഡോയെ അദ്ദേഹം നിരന്തരം വേട്ടയാടുകയാണ്. ഇതിനിടയിലാണ് അമേരിക്ക മറ്റൊരു വലിയ നീക്കം നടത്തിയത്. മഡുറോ വെറും ഏകാധിപതിയല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് മാഫിയയുടെ തലവനാണെന്ന് അമേരിക്ക ആരോപിക്കുകയാണ്. നാർക്കോ ടെററിസം കുറ്റപത്രം അദ്ദേഹത്തിനെതിരെ ചുമത്തുകയും അമേരിക്കയിലേക്ക് ടൺ കണക്കിന് കൊക്കൈൻ കയറ്റി അയക്കാൻ മഡുറോ സഹായിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുകയാണ്. ആര്? അമേരിക്ക. മഡുറോയെ പിടികൂടാൻ സഹായിക്കുന്നവർക്കായി അമേരിക്ക $15 മില്യൺ പ്രതിഫലം, ആ ഒരു സമ്മാനം പ്രഖ്യാപിക്കുകയാണ്. ഇതോടെ മഡുറോ പിടികിട്ടാപ്പുള്ളിയെ മാറുകയാണ്. $15 മില്യൺ എന്ന് പറഞ്ഞാൽ 135 കോടി ഇന്ത്യൻ റുപ്യാണ്. എത്ര വലിയൊരു തുകയാണെന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. കഴിഞ്ഞ ഇലക്ഷനിലൂടെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ മഡുറോയോടുള്ള സമീപനം കൂടുതൽ കർക്കശമാക്കുകയാണ്. അവരുടെ നയങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. നമ്മൾ എണ്ണ ബിസിനസ്സിലാണ്, വെനസ്വേലയിലെ എണ്ണ നമുക്ക് വേണമെന്ന് ട്രംപ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ മാറിമറിയുകയാണ്. അതായത് ഒരു തുറന്ന ബാറ്റിലുള്ള, ഒരു തുറന്ന യുദ്ധത്തിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അതല്ലേ. അങ്ങനെ വെനസ്വേലയുടെ എണ്ണക്കിണറുകൾ റഷ്യയുടെയും ചൈനയുടെയും കയ്യിൽ പോകുന്നത് തടയാനായിട്ട് ട്രംപ് പദ്ധതിയിടുകയാണ്. മഡുറോ അധികാരം ഒഴിഞ്ഞില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പലതവണ മുന്നറിയിപ്പ് നൽകുകയാണ്. 2025 അവസാനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം യുദ്ധത്തിന്റെ വക്കിലെത്തുകയാണ്. ഈ ഡിസംബർ മാസത്തിലൊക്കെ മൊത്തം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ലോകം ഇന്നേ വരെ കാണാത്ത തരത്തിൽ ആ ഒരു മിന്നൽ ഓപ്പറേഷൻ അമേരിക്ക ആസൂത്രണം ചെയ്തത്. അമേരിക്കൻ സൈന്യം നടത്തിയ ഈ ഓപ്പറേഷന്റെ കോഡ് നെയിം അബ്സല്യൂട്ട് റിസോൾവ് എന്നുള്ളതായിരുന്നു. മാസങ്ങളോളം നീണ്ട രഹസ്യമായിട്ടുള്ള ആസൂത്രണമായിരുന്നു ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. മഡുറോയുടെ ഓരോ ചലനവും അമേരിക്കൻ ചാര സംഘടനയായിട്ടുള്ള CIA നിരീക്ഷിക്കുകയാണ്. അദ്ദേഹം എപ്പോൾ ഉറങ്ങുന്നു, എന്ത് കഴിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വളർത്തു മൃഗങ്ങൾ ഏതാണ് എന്ന വിവരങ്ങളെല്ലാം തന്നെ അമേരിക്ക ശേഖരിക്കുകയാണ്. അമേരിക്കയിലെ വാഷിങ്ടണിലുള്ള പെൻറ്റഗണിൽ മഡുറോ താമസിക്കുന്ന വീടിൻ്റെ ഒരു കൃത്രിമമായിട്ടുള്ള മാതൃക നിർമ്മിച്ചാണ് കമാൻഡോകൾ ഈ പരിശീലനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വമ്പൻ ഓപ്പറേഷനിൽ 150-ലധികം യുദ്ധവിമാനങ്ങളും 10,000 സൈനികരും പങ്കെടുക്കുകയാണ്. കരീബിയൻ കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മാസങ്ങൾക്ക് മുമ്പേ തന്നെ തന്ത്രപരമായിട്ട് നിലയുറപ്പിച്ചിരുന്നു. അങ്ങനെ ജനുവരി 3 എത്തി. പുലർച്ചെ 2 മണി. കാർക്കാസ് നഗരം പെട്ടെന്ന് നിശബ്ദമാകുകയും ഇരുട്ടിലാകുകയും ചെയ്യുകയാണ്. അതായത് ആ നഗരത്തിൽ പെട്ടെന്ന് ഒരുമിച്ചൊരു പവർ കട്ട്, മൊത്തം ഇരുട്ടിലായി, ഒരു കറണ്ട് ബില്ല് ഒന്നുമില്ല. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? മറ്റൊന്നുമായിരുന്നില്ല, അമേരിക്കൻ സൈബർ യൂണിറ്റ് ഈ രാജ്യത്തിൻ്റെ പവർ ഗ്രിഡ് ഹാക്ക് ചെയ്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ആകാശത്ത് നിന്ന് മിസൈലുകൾ ആ ഒരു നഗരത്തിൽ വന്ന് പതിക്കാൻ തുടങ്ങുകയാണ്. വെനസ്വേലൻ സൈന്യത്തിൻ്റെ റഡാറുകളും വിമാനത്താവളങ്ങളും അമേരിക്കൻ F-35 വിമാനങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ തകർത്തെറിയുകയാണ്. അതെല്ലാം കത്തിച്ചാമ്പലാക്കുകയാണ്. കമാൻഡോകൾ സഞ്ചരിച്ച ഹെലികോപ്റ്റർ
ഹെലികോപ്റ്ററുകൾ വളരെ താഴ്ന്ന നിലയിൽ പറന്ന് മഡുറോയുടെ വസതിയായിട്ടുള്ള പോർട്ട് ട്യൂണയിലെത്തുകയാണ്. സൈനിക താവളത്തിനുള്ളിലെ ഈ വസതി അതീവ സുരക്ഷയുള്ളതായിരുന്നു. എങ്കിലും അമേരിക്കൻ കമാൻഡോകൾ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്റ്റീൽ വാതിലുകൾ മുറിച്ചു മാറ്റി ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. കമാൻഡോകൾ വീടിനുള്ളിൽ കടക്കുമ്പോഴും മഡുറോ പരിഭ്രാന്തനായിട്ട് തൻ്റെ സുരക്ഷിത മുറിയിലേക്ക് ഓടാൻ ശ്രമിച്ചുവെങ്കിലും വാതിലടയ്ക്കുന്നതിന് മുമ്പേ അമേരിക്കൻ സൈനികർ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. പൈജാമ ധരിച്ച നിലയിലായിരുന്നു മഡുറോ അപ്പോഴുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സിലിയ ഫ്ലോറസിനെയും കസ്റ്റഡിയിലെടുക്കുകയാണ്. വെറും 80 മിനിറ്റിനുള്ളിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് വെനസ്വേലൻ പ്രസിഡന്റ് അമേരിക്കൻ സൈന്യത്തിൻ്റെ പിടിയിലാകുകയാണ്. അമേരിക്കൻ സമയം പുലർച്ചെ 4:20 ഡൊണാൾഡ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഈ വാർത്ത ലോകത്തെ അറിയിക്കുകയാണ്. കൈവിലങ്ങണിയിച്ച് കണ്ണുകൾ കെട്ടിയ നിലയിലുള്ള മഡുറോയുടെ ചിത്രവും അദ്ദേഹം പുറത്തുവിടുകയാണ്. അതോടെ ലോകം മൊത്തത്തിൽ സ്തംഭിച്ചു പോവുകയാണ്. അമേരിക്കൻ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജൻസി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പിടിച്ചു നിൽക്കുന്ന ചിത്രം ഇന്റർനെറ്റിലൂടെ ഒരു കാട്ടുതീ പോലെ പടരുകയാണ്. വൈകുന്നേരത്തോടെ മഡുറോയെ ന്യൂയോർക്കിലെ അതീവ സുരക്ഷയുള്ള ഫെഡറൽ ജയിലിലേക്ക് മാറ്റുകയാണ്. ഈ വിചാരിച്ചതിലും വലിയ ഓപ്പറേഷനെ കുറിച്ച് ഒരു മുൻ US ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒസാമ ബിൻ ലാദനെ വധിച്ച ദൗത്യത്തിന് ശേഷമുള്ള ഏറ്റവും സങ്കീർണമായിട്ടുള്ള നീക്കമെന്നാണ്. ഈ സംഭവത്തോടെ ലോകം രണ്ട് ചേരിയിലാകുകയാണ്. ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളും ബ്രസീൽ, മെക്സിക്കോ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളും ഒക്കെ തന്നെ ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്. ഇതൊരു ജനാധിപത്യപരമായിട്ടുള്ള നീക്കമല്ലെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാണെന്നും അവർ ആരോപിക്കുകയാണ്. കൊളംബിയൻ പ്രസിഡന്റായിട്ടുള്ള ഗുസ്താവോ പെട്ര പറഞ്ഞത് അമേരിക്ക നടത്തിയത് വലിയൊരു മിസൈൽ ആക്രമണമാണ്, ഇത് ആർക്ക് നേരെ വേണമെങ്കിലും ഉണ്ടാകാം, കരുതിയിരിക്കുക എന്നുള്ളതാണ്. റഷ്യയും ചൈനയും അവരും കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയാണ്. മഡുറോയെ ഉടൻ വിട്ടയക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടപ്പോൾ ഇത് ലോകരാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നുള്ളതായിരുന്നു റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അവർ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അർജന്റീനയും ഇക്വഡോറും ഈ നീക്കത്തെ അനുകൂലിക്കുകയും ഒരേകാധിപതിയെ പുറത്താക്കാൻ ഇത്തരം നടപടികൾ ആവശ്യമാണെന്ന് വാദിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ ഈ വിഷയത്തിൽ വലിയ പ്രതിസന്ധിയിലാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു രാജ്യത്തെ ഭരണാധികാരിക്ക് പ്രത്യേക നയതന്ത്ര പരിരക്ഷയുണ്ട്. അദ്ദേഹത്തെ മറ്റൊരു രാജ്യം അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. എന്നാൽ മഡുറോയുടെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടതാണെന്നും അദ്ദേഹം യഥാർത്ഥ പ്രസിഡന്റ് അല്ലെന്നുമാണ് അമേരിക്ക വാദിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ഇതിനെക്കുറിച്ച് വലിയ തർക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകശക്തികൾ തമ്മിലുള്ള ഒരു ശീതയുദ്ധത്തിന്, ഒരു കോൾഡ് വാറിന് ഈ സംഭവം കാരണമായേക്കാമെന്നാണ് പലരും ഭയപ്പെടുന്നത്. അമേരിക്കയ്ക്കുള്ളിലും മിക്സഡ് ആയിട്ടുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ഒരു വിഭാഗം ട്രംപിനെ സപ്പോർട്ട് ചെയ്യുകയാണ്, ധീരമായിട്ടുള്ള നീക്കം എന്നൊക്കെ വിശേഷിപ്പിക്കുകയാണ്. ഇനി മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി ഡെമോക്രാറ്റുകളാണല്ലോ, അവർ പറയുന്നത് ആ ഒരു കോൺഗ്രസ്, ആ ഒരു പാർലമെന്റിനെ അറിയിക്കാൻ നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണം അപകടകരമായിട്ടുള്ള ഒരു കീഴ്വഴക്കമെന്നാണ് അവർ വാദിക്കുന്നത്. കാരണം കൃത്യമായിട്ട് അവിടുത്തെ ഒരു പാർലമെന്റ്, അതായത് ആ ഒരു കോൺഗ്രസിനെ അറിയിച്ചില്ല, പെട്ടെന്ന് സ്വമേധയാ ചിന്തിച്ച് ഒരു ഏകാധിപതിയെ പോലെ ഇതുപോലത്തെ നീക്കം നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഡെമോക്രാറ്റുകൾ പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു രാജ്യം തകർന്നതോടെ അവിടെ നിക്കക്കള്ളിയില്ലാണ്ട് 70 ലക്ഷത്തിലധികം വരുന്ന ആൾക്കാർ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറി എന്നുള്ളതല്ലേ. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ഒരുപാട് പ്രവാസികളായിട്ട് കഴിയുന്നുണ്ട് ഈ ഒരു വെനസ്വേലക്കാരല്ലേ. അപ്പോൾ ഈ പുറത്ത് താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളായിട്ടുള്ള വെനസ്വേലക്കാർ ഇത് വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണ്. മിയാമിയിലെ തെരുവുകളിൽ വെനസ്വേലക്കാർ നൃത്തം ചെയ്യുകയാണ്. തങ്ങളുടെ രാജ്യം ഇനി സ്വതന്ത്രമാകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഫ്ലോറിഡയിലെ ഒരു റെസ്റ്റോറൻറ്റ് ഉടമ പറഞ്ഞത് ഞങ്ങൾ ഈ നിമിഷത്തിനായിട്ട് ഒരുപാട് കാലം കാത്തിരുന്നു എന്നുള്ളതാണ്. എന്നാൽ വെനസ്വേലയ്ക്കുള്ളിലെ അവസ്ഥ ഭീകരമാണ്. അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, വസതികൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. സൈനിക താവളങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങൾ വലിയ ഭയത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. കാരണം അടുത്തൊരു ആക്രമണം എപ്പോൾ വേണമെങ്കിലും വന്നേക്കാമെന്നൊക്കെ അവർ ഭയക്കുന്നുണ്ട്. മഡുറോയുടെ അനുകൂലികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് ആ ഒരു രാജ്യത്തൊരു വലിയ ആഭ്യന്തര യുദ്ധത്തിന് കാരണമാകുമോ എന്ന ആശങ്കയും പലർക്കുമുണ്ട്. മഡുറോയുടെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡെൽസി റോഡ്രിഗസ് താൽക്കാലികമായിട്ടും അധികാരം ഏറ്റെടുത്തെങ്കിലും സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണ ഇവർക്കില്ല. മഡുറോയ്ക്കുണ്ടായിരുന്ന അധികാരം അവർക്ക് പ്രയോഗിക്കാൻ കഴിയില്ല എന്നാണ് നിരീക്ഷകർ കരുതുന്നത്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മരിയ കോറിന മച്ചാഡോ ഉണ്ടല്ലോ, വെനസ്വേലയിൽ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരാനായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വിജയിച്ച എഡ്മണ്ട് ഗോൺസാലസിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആവശ്യം ഇപ്പോൾ രാജ്യത്ത് വളരെ ശക്തമാണ്. ശരിക്കും ഇലക്ഷന് കഴിഞ്ഞ 2024 നടന്ന ഇലക്ഷൻ ജയിച്ചതാരാണ്? ഈ എഡ്മണ്ട് ഗോൺസാലസ് ആണ്. ഈ ഒരു വ്യക്തി, അതായത് ഈ മറുഡോ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് താൻ വിജയിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നതല്ലേ. അതായത് ഒരു കള്ളക്കളിയാണ് അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 25 വർഷത്തെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് ഈ രാജ്യത്തെ പുനർനിർമ്മിക്കാനുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് അവിടുത്തെ ജനത. പക്ഷേ ഈ വെനസ്വേല സൈന്യം ആരെ പിന്തുണയ്ക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ രാജ്യത്തിന്റെ ഭാവി. ട്രംപിന്റെ വാക്കുകൾ വെനസ്വേലക്കാരെ വീണ്ടും ആശങ്കയിലാക്കുന്നുണ്ട്. വെനസ്വേലയെ താൽക്കാലികമായിട്ട് അമേരിക്ക തന്നെ ഭരിക്കുമെന്നും കാര്യങ്ങൾ ശരിയായ രീതിയിൽ, ശരിയായ പാതയിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം നൽകിയിട്ടുള്ളൊരു സൂചന എന്നുള്ളത് വെനസ്വേലയിലെ എണ്ണക്കിണറുകൾ അമേരിക്കൻ കമ്പനികൾക്ക് നൽകാനും ട്രംപിന് പദ്ധതിയുണ്ട്. ഇത് വെനസ്വേലയുടെ മോചനമാണോ അതോ അമേരിക്ക രാജ്യം പിടിച്ചെടുക്കുമാണോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. വെനസ്വേലയുടെ എണ്ണ ഉപയോഗിച്ച് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നാണ് വിമർശകർ കുറ്റപ്പെടുത്തുന്നത്. അമേരിക്കൻ സൈന്യം അവിടെ എത്ര കാലം തുടരുമെന്നുള്ളതും വലിയൊരു ചോദ്യമാണ്.
ചോദ്യമാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഇത് വലിയൊരു രാഷ്ട്രീയ വിജയം തന്നെയാണ്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാജ്യത്ത്, ആ രാജ്യത്തിനകത്ത് കയറി അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ട് പോകാൻ വരെ ഞങ്ങൾക്ക് ശേഷിയുണ്ട് എന്നുള്ളതാണ് അമേരിക്ക ലോകത്തോട് വിളിച്ചു പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള ദുർബലമായിട്ടുള്ള രാജ്യങ്ങളിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇപ്പോൾ റഷ്യ, ചൈന, നമ്മുടെ രാജ്യം ഇന്ത്യ തൊടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നമ്മളൊക്കെ ആണവശക്തിയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, നമ്മളുടെ ഭരണാധികാരികളുടെ അടുത്ത് ചരിത്രത്തിലെ ഏറ്റവും നല്ലൊരു തീരുമാനമാണ് ഇന്ത്യ ഒരു ആണവശക്തിയാക്കി മാറ്റുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള രാജ്യങ്ങളെയൊക്കെ തൊടാൻ ഇവർ പറയ്ക്കും. ഒരുപക്ഷെ നമ്മൾ ആണവശക്തി അല്ലായിരുന്നെങ്കിലോ അമേരിക്ക മാത്രമല്ല മറ്റൊരുപാട് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള നടപടികൾ ഉണ്ടായേനെ. ഇനി കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ട്രേഡ് വാർ ഉണ്ടായിരുന്നല്ലേ, താരിഫ് കൂട്ടിയിട്ട് 125%, 150% ഒക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്ക വിചാരിച്ച എന്താണ്, നമ്മൾ ചൊൽപ്പടിക്ക് വരുമെന്ന്. പക്ഷേ നമ്മളുടെ രാജ്യം കൃത്യമായിട്ട് പറഞ്ഞു, പോടാ പുല്ലേ ട്രംപേ, നിൻ്റെ ഒരിതും ഞങ്ങൾക്ക് വേണ്ട, നിൻ്റെ മുമ്പിൽ ഞങ്ങൾ കുനിഞ്ഞു നിൽക്കാനും പോകുന്നില്ല, നീ ഞങ്ങളുടെ തന്തയാകാനും ശ്രമിക്കേണ്ടെന്നല്ലേ. നമ്മുടെ രാജ്യം ഇതുപോലുള്ള സ്റ്റാൻഡുകൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നമുക്ക് ഓരോ ഇന്ത്യക്കാരനും അത്രത്തോളം അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നീക്കം നമ്മളെപ്പോലുള്ള ലോകശക്തികളെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയില്ല. പക്ഷേ വലിയൊരു മുന്നറിയിപ്പായി മാറുന്ന ചില രാജ്യങ്ങളുണ്ട്. ക്യൂബ, നിക്കറാഗിയ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ്. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ വിശ്വാസ്യതയ്ക്കാണ് ഇത് വലിയൊരു പോറലേൽപ്പിച്ചിരിക്കുന്നത്. കാരണം ട്രംപിൻ്റെ നെറുകേട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത്രയും നേരം പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഈ സംഭവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ശരിയാണ്. ഈ മഡറോ എന്ന് പറയുന്നത് ഏകാധിപതിയാണ്. അവിടുത്തെ രാജ്യത്തെ കുട്ടിച്ചോറാക്കി, അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുരന്തത്തിലാക്കി, കറൻസിക്ക് പേപ്പറിൻ്റെ വില പോലും ഇല്ല, രാജ്യം കുപ്പുകുത്തി നശിച്ചു. അത് ആ രാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യമല്ലേ. പരമാധികാരം എന്ന് പറയുന്നൊന്നുണ്ട്. ഈ ട്രംപ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ആരാണ്? അത് അയാൾക്ക് ഒരു റൈറ്റും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവരുടെ രാജ്യം, അവരുടെ കാര്യങ്ങൾ, അവിടെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അഴിമതിക്കാരനോ എന്തും ആയിക്കൊള്ളട്ടെ, അതിൻ്റെ അകത്തുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, പോലീസ് അറസ്റ്റ് ചെയ്യുകയോ നിയമപരമായിട്ടുള്ള നടപടി ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. പക്ഷേ മറ്റൊരു രാജ്യം എന്തിനാണ് ഇടപെട്ട് അതും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് ഒരുപാട് മിസൈലൊക്കെ പതിച്ചിട്ട്? ഇതൊരിക്കലും ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യവുമല്ല. എന്തായാലും ക്യൂബയും നിക്കറാഗിയ തുടങ്ങിയ രാജ്യങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ. തങ്ങൾക്കും ഇതേ അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ള ഭീതിയിലാണ് ആ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ. മറ്റൊരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, വെനസ്വേലൻ എണ്ണ വിപണി വീണ്ടും സജീവമാകുന്നതോടെ ലോകത്തെ എണ്ണവിലയിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. റഷ്യയുടെയും ചൈനയുടെയും എണ്ണ വിപണിയിലെ മേധാവിത്വം കുറയ്ക്കാൻ ഇതിലൂടെ അമേരിക്കയ്ക്ക് സാധിക്കും. ചൈന ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നതെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ലാറ്റിൻ അമേരിക്കയെ തങ്ങളുടെ സ്വന്തം തോട്ടമായിട്ട് അമേരിക്ക വീണ്ടും കാണാൻ തുടങ്ങിയാൽ അത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ആ ഒരു ബന്ധം കൂടുതൽ വഷളാകാൻ കാരണമാകും. അവർക്ക് തമ്മിൽ ഇടയിൽ കോൾഡ് വാർ ഉണ്ടാകാം ചിലപ്പോൾ, അല്ലെങ്കിൽ സായുധമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ വരെ ഉണ്ടാകാം. റഷ്യയും ഈ വിഷയത്തിൽ അമേരിക്കയെ വെല്ലുവിളിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും മഡറോയുടെ അറസ്റ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഒരു ഏകാധിപതിയെ പുറത്താക്കാൻ സ്വീകരിച്ച ഈ രീതി അപകടകരമായിട്ടുള്ള ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. മറുവിഭാഗം പറയുന്നത് പട്ടിണിയിലായ, ഭക്ഷണം പോലും കിട്ടാനില്ലാത്ത ഒരു ജനതയെ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റ് വഴികളില്ല എന്നുള്ളതാണ്. അതായത് നീതിയുടെയും പരമാധികാരത്തിൻ്റെയും ഇടയിലുള്ള ഈ നൂൽപ്പാലത്തിലൂടെയാണ് ലോകം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അന്താരാഷ്ട്ര നീതിപീഠങ്ങൾ ഇതിനെ എങ്ങനെ കാണുമെന്നുള്ളതും വളരെ പ്രധാനമാണ്. മഡറോയ്ക്ക് വിദേശത്ത് വിചാരണ നേരിടാൻ നിയമപരമായ പരിരക്ഷയുണ്ട് എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്കിലും അമേരിക്ക അതൊരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. രാജ്യത്ത് സമാധാനം തിരിച്ചു വന്നാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വെനസ്വേലക്കാർ, ദശലക്ഷക്കണക്കിന് വരുന്ന വെനസ്വേലക്കാർ തിരിച്ചു പോകാൻ തയ്യാറാണ്. ഇത് രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിന് വലിയൊരു രീതിയിൽ സഹായമാകും. കാരണം അവരുടെ കയ്യിൽ വിദേശ പണമുണ്ട് അല്ലേ. പ്രവാസികളുടെ കയ്യിലാണ് എപ്പോഴും പണമുള്ള. ആ രാജ്യത്തെ ആൾക്കാരുടെ കയ്യിൽ ഒരു പണമില്ല. ദാരിദ്ര്യത്തിൽ കുപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ രാജ്യം. അവിടുത്തെ കറൻസിക്ക് പോലും വിലയില്ലാതെ മാറിയിരിക്കുകയാണ്. പക്ഷേ എന്തായാലും രാജ്യം പൂർണ്ണമായിട്ട് സുരക്ഷിതമാക്കാൻ ഇനിയും ഏറെ നാളുകൾ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ് വാസ്തവം. മഡുറോ എന്ന ഏകാധിപതിയുടെ അധ്യായം അവസാനിച്ചിരിക്കാം. എങ്കിലും വെനസ്വേല എന്ന രാജ്യത്തിന്റെ അതിജീവനത്തിന്റെ പോരാട്ടം തുടങ്ങുന്നതേയുള്ളൂ. ഒരു ജനത അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്താൻ ഈ സൈനിക നീക്കത്തിന് കഴിയുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങൾ കാണിച്ചു തരും. ജനാധിപത്യം എത്രത്തോളം വിലപ്പെട്ടതാണെന്നും അത് തകരുമ്പോൾ ഒരു രാജ്യം എങ്ങനെ നശിക്കുമെന്നുമുള്ളതാണ് വെനസ്വേല നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. വെനസ്വേലൻ ജനതയ്ക്ക് സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതിയ കാലമാണ് ഞാൻ ആശംസിക്കുന്നത്. കേരളത്തിലിരിക്കുന്ന നമ്മൾക്കും ഈ സംഭവം നൽകുന്ന പാഠം ചെറുതല്ല. ജനാധിപത്യത്തിനും അധികാരത്തിനും ഇടയിലുള്ള ആ ഒരു നേർത്ത അതിർവരമ്പ് നമ്മൾ തിരിച്ചറിയണം. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അമേരിക്ക ചെയ്തത് ശരിയാണോ അതോ തെറ്റാണോ? മാത്രമല്ല ഈ ഒരു മഡുറോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതോ അവിടുത്തെ ജനങ്ങൾ നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്തൊക്കെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. കമൻറ്റ് ബോക്സ് എന്നുള്ളത് എപ്പോഴും നല്ലൊരു ചർച്ചാവേദിയാണ്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാർക്കറ്റ് വൂൾഫ് ആപ്പിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനോടകം തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് മാർക്കറ്റ് വൂൾഫിനുണ്ട്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.